ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി യൂസ് ചെയ്യുക. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അരപ്പിലേക്ക് കുറച്ച് ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കിലോ വരുന്ന ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രോൺസിൻ്റെ എല്ലാ വശത്തും അരപ്പെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേറൊരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചെമ്മീനും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കറി ലീവ്സ് യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പ്രോൺസൊക്കെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ പാത്രത്തിലോട്ട് തന്നെ 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുവും കറി ലീവ്സും ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് കുറച്ചധികം കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാള വേണമെന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസിനുള്ള സവാള യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന ആ ഒരു സ്റ്റേജിൽ 12 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. റോസ് സ്മെല്ല് മാറി വരുന്ന സ്റ്റേജിൽ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ചധികം കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന ആ ഒരു ടൈമിൽ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സ്റ്റേജിൽ മൂടി തുറന്നതിന് ശേഷം 1/4 ഭാഗം വെന്ത ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ആവാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ മസാലയെല്ലാം നല്ല പാകത്തിന് ചെമ്മീനിൽ പിടിച്ചിരിപ്പുണ്ടാവും. ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെപ്പറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇന്നലത്തെ നമ്മുടെ നോമ്പുതുറ റെസിപ്പി ആയിരുന്നു കേട്ടോ. ചെമ്മീൻ റോസ്റ്റും പത്തിരിയും വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയും ചെയ്തിട്ടുണ്ട്. ഇതവിടെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ഔട്ട് ചെയ്യുക. 3-4 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.